ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കുവാൻ തിരുസന്നിധിയോടടുത്ത് വരുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. ഞങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ തരണമേ. ത്രിത്വ ദൈവത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരുവചനം സംസാരിപ്പാൻ ബലഹീനനായ അടിയനെയും കേൾക്കുവാൻ നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള വെരി റവറൻഡ് ടി ഒ ഉമ്മനച്ഛൻ, പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ഏബ്രഹാം ജി സത്യനാഥൻ അച്ഛൻ, കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പെന്തക്കോസ്ത് ഞായറാഴ്ചയായിട്ടാണ് നാം ആചരിച്ചത്. പൗരാണികമായി പെന്തക്കോസ്തിന് ശേഷം വരുന്ന ഞായറാഴ്ച ത്രിത്വ ഞായറാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളും ആരാധനയുടെ വിവിധ ഭാഗങ്ങളും ത്രിത്വത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ത്രിത്വത്തെക്കുറിച്ച് ചുരുക്കമായി ചില ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാമെന്ന് കരുതുന്നു. കുട്ടികൾ സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലം, രാമുവും ബഷീറും മത്തായിയും വഴിയിൽ വെച്ച് ഒരു തർക്കമുണ്ടായി. തർക്കവിഷയം ഓരോരുത്തർക്കും എത്ര ദൈവങ്ങൾ വീതമുണ്ട് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. അനേക ദൈവങ്ങളുള്ള മതത്തിൽപ്പെട്ട ആളാണ് താനെന്ന് രാമു പറഞ്ഞു. മാത്രവുമല്ല, സ്ത്രീ പുരുഷ ദൈവങ്ങൾ തനിക്കുണ്ടെന്നും രാമു അവകാശപ്പെട്ടു. മത്തായി തറപ്പിച്ചു പറഞ്ഞു, യേശുവാണ് എൻ്റെ ദൈവം. എൻ്റെ പേരിന് പോലും ശിഷ്യഗണത്തിലെ ഒരുവൻ്റെ പേരിനോട് സാമ്യമുണ്ട്. പിന്നെ ബഷീറിൻ്റെ ഊഴമായി, അല്ലാഹുവാണ് ഞങ്ങളുടെ ദൈവം. ഒപ്പം മത്തായിയോടൊരു ചോദ്യവും, യേശുവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറയുന്നവരാരാണ്? മത്തായി ഒരു നിമിഷം ചിന്തിച്ചു. ശരിയാണ്, ഇവർ ആരൊക്കെയാണ്? മത്തായി ചിന്താകുലനായി. ആദ്യം സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു, മാതാപിതാക്കളോട് ചോദിച്ചു. അവരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കാതെ വന്നപ്പോൾ തൻ്റെ ഇടവകയിലെ അച്ഛനെ സമീപിച്ചു. അച്ഛൻ പറഞ്ഞു, ത്രിത്വമാണ് ഇവർ മൂവരും. ഇവർ മൂന്ന് ആളത്വമാണെങ്കിലും ഏകമായ ഐക്യമാണ്. പക്ഷേ മത്തായി ഈ ഉത്തരങ്ങൾ കൊണ്ടൊന്നും തൃപ്തനായില്ല. പിറ്റേ ദിവസം തൻ്റെ കൂട്ടുകാരോട് മത്തായി പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ രക്ഷകനാണ്. വാസ്തവത്തിൽ നമ്മിൽ ചിലരെങ്കിലും മത്തായിയുടെ ഗണത്തിൽ പെടുന്നവരല്ലേ എന്ന് ചിന്തിച്ചു പോകും. എന്താണ് ത്രിത്വം എന്ന് പറയുന്നത്? 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെയോഫിലോസ് എന്ന ചിന്തകനാണ് ആദ്യം ത്രിത്വം എന്ന പദം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് തെർത്തുല്യൻ എന്ന സഭാപിതാവാണ് ത്രിത്വാശയത്തെ വികസിപ്പിച്ചത്. ത്രിത്വം എന്ന പദം വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ത്രിത്വാശയങ്ങൾ വേദപുസ്തകത്തിൽ ധാരാളമായി നാം കാണുന്നുണ്ട്. ഒരേ സത്തയും ഒരേ സ്വഭാവവും ഒരേ ബഹുമാനവും ഒരേ ആധിപത്യവുമുള്ള പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിക്കുന്നതാണ് ത്രിത്വം.
ത്രിയേക ദൈവം, ട്രയൂൺ ഗോഡ് എന്ന പദപ്രയോഗവും അപ്രകാരം വന്നിട്ടുള്ളതാണ്. ഏകദൈവം മൂന്നാളുകളായി അറിയപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന അർത്ഥമേ തൃത്വം എന്ന പദത്തിന് ഉള്ളൂ. AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഥനേഷ്യസ് എന്ന സഭാപിതാവിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ വിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള സഭയുടെ വിശ്വാസം എന്തെന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. ഈ അഥനേഷ്യസിൻ്റെ വിശ്വാസ പ്രമാണം പ്രായമുള്ളവർ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. CSIയുടെ ആരാധനക്രമം വരുന്നതിനു മുമ്പ് നമുക്ക് ബുക്ക് ഓഫ് കോമൺ പ്രെയർ ആയിരുന്നു. അതിൽ അത്തനാസിയോസിൻ്റെ വിശ്വാസ പ്രമാണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ കൺഫർമേഷന് പഠിക്കുമ്പോൾ എത്ര വിശ്വാസ പ്രമാണമുണ്ട് എന്നതിന് 3 വിശ്വാസ പ്രമാണം എന്നാണ് പഠിച്ചത്. CSI സഭ 2 വിശ്വാസ പ്രമാണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ പറയുന്നത് അപ്പോസ്തല വിശ്വാസ പ്രമാണം, നിക്യ വിശ്വാസ പ്രമാണം, അത്തനാസിയോസിൻ്റെ വിശ്വാസ പ്രമാണം. CSI സഭ അപ്പോസ്തല വിശ്വാസ പ്രമാണവും നിക്യ വിശ്വാസ പ്രമാണവുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ അത്തനാസിയോസിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ തൃത്വത്തെ വിശദീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം ഒരുവനേയുള്ളൂ. ആ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളുകളുണ്ട്. ഈ മൂവരും ഒരുപോലെ ആരംഭവും അവസാനവും ഇല്ലാത്തവരാണ്. മൂവരും തുല്യമായ അറിവും മഹത്വവും ശക്തിയുമുള്ള 3 ആളത്വങ്ങളാണ്. മൂവരും ഒരുപോലെ ആരാധനയ്ക്ക് യോഗ്യരാണെങ്കിലും മൂവരും 3 ദൈവങ്ങളല്ല, ദൈവിക സത്തയിൽ തുല്യമായി പങ്കുചേരുന്ന 3 വ്യക്തിത്വങ്ങളാണ്. ഈ ദൈവിക തൃത്വത്തിൽ ആരും മുമ്പനോ പിമ്പനോ അല്ല. ഒരാൾ മറ്റൊരാളേക്കാൾ ചെറിയവനോ വലിയവനോ അല്ല. അതുകൊണ്ട് ഏകത്വത്തെ തൃത്വത്തിലും തൃത്വത്തെ ഏകത്വത്തിലും ആരാധിക്കേണ്ടതാണ്. ഈ തൃത്വോപദേശമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് സഭയായി നമുക്ക് ചിന്തിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വിഷയം വി വർഷിപ്പ് ദ ട്രയൂൺ ഗോഡ് എന്നുള്ളതാണ്. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്നത്തെ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 ചിന്തകൾ വളരെ വേഗം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് കരുതുന്നു. 1, വർഷിപ്പിംഗ് ദ ട്രയൂൺ ഗോഡ് ഇൻ ഹിസ് സോവറിനിറ്റി. ത്രിയേക ദൈവത്തെ അവൻ്റെ പരമാധികാരത്തിൽ ആരാധിക്കുക. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തിൻ്റെ അധിപതിയുമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സർവശക്തനെന്നും സർവാതിശായി എന്നും സർവജ്ഞാനി എന്നും വിളിക്കുന്നു. ഈ ത്രിയേക ദൈവം, സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. സൃഷ്ടി ചരിത്രത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ പാഴും ശൂന്യവുമായ ഒരു അവസ്ഥയാണ് നാം അവിടെ കാണുന്നത്. ഫോംലെസ് ആൻഡ് വോയിഡ്, പാഴും ശൂന്യവുമായ അവസ്ഥ. വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് ബ്രൂഡ് ഓവർ ഇറ്റ് എന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കോഴി മുട്ടയുടെ മേൽ പൊരുന്നയിരിക്കുന്ന അർത്ഥത്തിലുള്ള വാക്കാണ്, ബ്രൂഡ് ഓവർ ഇറ്റ്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പാഴും ശൂന്യവുമായ അവസ്ഥയെ ഓർഡറിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ദൈവം സൃഷ്ടി നടത്തുന്നത്. ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ പാഠഭാഗത്ത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നാം വായിച്ചു. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, സകലതും ഉണ്ടായി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ
അവിടെ ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ലെറ്റ് us മേക്ക് ഹ്യൂമൻ കൈൻഡ്, ലെറ്റ് us മേക്ക് മാൻ. നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവിക തീരുമാനത്തിൻ്റെ പ്രാധാന്യവും ഗാംഭീര്യവും എടുത്തു കാട്ടുന്നതാണ് ഈ വാക്കുകളെന്ന് നമുക്കറിയാം. തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചതായിട്ടും നാം അവിടെ വായിക്കുന്നു. മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ആരാധനയാണ്. സൃഷ്ടിതാവായ ദൈവത്തെ നാം ആരാധിക്കണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനുള്ള സ്തുതിയും പുകഴ്ചയുമാണ് ആരാധന. നമ്മുടെ ജീവിതത്തെ നടത്തുന്നവൻ ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകുന്നത് ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കുവാൻ ഞാനും നിങ്ങളും കടമപ്പെട്ടവരാണ്. കഴിഞ്ഞ ഞായറാഴ്ച യെശയ്യാ പ്രവചനം ഞാൻ 6-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒരു ആരാധനയുടെ ഭംഗിയായ ഒരു ആരാധനയുടെ രീതി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ നാം അവിടെ ദർശിക്കുകയാണ്. ആലയം പുകകൊണ്ട് നിറഞ്ഞു. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിച്ചപ്പോൾ യെശയ്യാവ് നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. അങ്ങനെയുള്ള ഞാൻ സർവശക്തനായ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. ആ സന്ദർഭത്തിൽ സറാപ്പുകളിൽ ഒരുവൻ, 6 ചിറകുള്ള സറാപ്പുകൾ, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന സറാപ്പുകളിൽ ഒരുവൻ കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് പറന്ന് യെശയ്യാവിൻ്റെ അടുക്കൽ വന്നു. നോക്കൂ, ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപമെല്ലാം മോചിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. തുടർന്നാണ് യെശയ്യാവ് ദൈവശബ്ദം കേൾക്കുന്നത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. 3 ഘടകങ്ങൾ ആരാധനയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 1, ആരാധന ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുന്നതായിരിക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുന്നതായിരിക്കണം ആരാധന. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് വിശുദ്ധിയിൽ അവനെ ആരാധിക്കണം. 2, പാപബോധം ഉണ്ടാകുന്നതാണ് ആരാധന. ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എത്ര അശുദ്ധനാണ്, ഞാൻ എത്ര കുറവുള്ളവനാണ്, ഞാൻ എത്ര ബലഹീനനാണ്, എൻ്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നോട്ടം കൊണ്ട്, ഹൃദയവിചാരം കൊണ്ട് കർത്താവേ ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയാകണം. 3, നിയോഗം ഏറ്റെടുക്കലാണ് ആരാധന. നിയോഗം ഏറ്റെടുക്കലാണ് ആരാധന. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയണം ആരാധനയിൽ. അപ്പോൾ മാത്രമേ നിയോഗം ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുകയുള്ളൂ. ഒരു ബ്രാഹ്മണ ക്രിസ്ത്യാനിയായിരുന്നു രാമചന്ദ്രൻ രാമകുമാർ. എഞ്ചിനീയറിംഗിൽ ഉന്നത ബിരുദം നേടി. ചെന്നൈയിലെ സീമൻസ് കമ്പനിയിൽ അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ അനേകം ക്രിസ്ത്യാനികൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അവരിൽ ഒരുവൻ മാത്രം രാമചന്ദ്രനോട് പറഞ്ഞു, മിസ്റ്റർ രാമചന്ദ്രൻ, യഥാർത്ഥ ദൈവത്തെ അറിയണമെങ്കിൽ താങ്കൾ ബൈബിൾ വായിച്ചു നോക്കണം. ഇത് പറഞ്ഞവനെ തകർത്ത് കളയണമെന്ന ചിന്തയാണ് രാമചന്ദ്രൻ്റെ മനസ്സിലുണ്ടായത്. വളരെ വെറുപ്പോടെ, വൈരാഗ്യത്തോടെ അവനെ നോക്കുകയും വീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ആരും അറിയാതെ ഒരു ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പല ആവർത്തി 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം വായിച്ചു. എന്നിട്ട് രാമചന്ദ്രൻ പറയുകയാണ്, 500 വർഷമായി ബ്രാഹ്മണൻ ജപിക്കുന്നു, തമസോമ ജ്യോതിർഗമയ, അസത്തോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ എന്ന്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. ആരാണ് ഈ പ്രകാശം? ആരാണ് ഈ സത്യം? ആരാണ് ജീവൻ? യേശു പറഞ്ഞു,
ഞാൻ ജീവനാകുന്നു, ഞാനാകുന്നു സത്യം, ഞാൻ വെളിച്ചമാകുന്നു. ആ കർത്താവിനെ കണ്ടെത്തുവാൻ രാമചന്ദ്രന് സാധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിയോഗം ഏറ്റെടുക്കലാണ് ആരാധന. രണ്ടാമത്, വർഷിപ്പിംഗ് ദ ട്രയൂൺ ഗോഡ് ഇൻ ഹിസ് ഫെലോഷിപ്പ്. ത്രിയേക ദൈവത്തെ അവൻ്റെ കൂട്ടായ്മയിൽ ആരാധിക്കുക. കൂട്ടായ്മയുടെ മാതൃകയാണ് വിശുദ്ധ തൃത്വം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാചകമാണ് മുപ്പിരിച്ചരട് അറ്റുപോകയില്ല എന്ന്. ഈ മുപ്പിരിച്ചരടിനെ ഒരുമിച്ച് ചേർക്കുന്ന സംസർഗമാണ് സ്നേഹം എന്നത് നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തൃത്വം എന്ന് പറയുന്നത് സ്നേഹ സംസർഗമാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് നിർത്തുന്ന യാഥാർത്ഥ്യമാണ് സ്നേഹമെന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കറിയാം, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹിക്കുന്നു, പരസ്പരം സഹിക്കുന്നു, അല്ലേ? സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്ന്. ഇന്ന് രണ്ടാം പാഠമായി നാം വായിച്ചു കേട്ടത് കൊരിന്ത്യ ലേഖനമാണ്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. അതിൽ 14-ാം അധ്യായത്തിൽ ആ പുസ്തകം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ബെനഡിക്ഷന്, ആശീർവാദമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന്. ത്രിയേക ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൃപ. ത്രിയേക ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ത്രിയേക ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവത്തിലുള്ള കൂട്ടായ്മ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അർഹിക്കാത്തത് പ്രാപിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം തമ്പുരാൻ നമ്മുടെ കഴിവ് കണ്ടിട്ടോ, നമ്മുടെ മിടുക്ക് കണ്ടിട്ടോ, നമ്മുടെ സാമർത്ഥ്യം കണ്ടിട്ടോ അല്ല നമ്മെ സ്നേഹിച്ചത്. ദൈവം നമ്മെ സ്നേഹിച്ചത് തൻ്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമെന്ന്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ് എന്ന് നാം ഓർക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തോട് ശത്രുതയിലാണ്. ദൈവത്തോട് ശത്രുത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. അത് ദൈവത്തിൻ്റെ വലിയ ആഴമായ കൃപയാണ്, സ്നേഹമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഞാനും നിങ്ങളും ദൈവീക കൂട്ടായ്മയിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യം. യോഹന്നാന്റെ 1-ാം ലേഖനം നാം വായിക്കുമ്പോൾ ഈ കൂട്ടായ്മയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഞങ്ങൾ കണ്ടും കേട്ടും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഇത് നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിനാണ്. എന്നിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ആകുന്നു എന്ന്. നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് നാം ചിന്തിക്കണം. ഒരു പുനർവിചിന്തനം വളരെ ആവശ്യമാണ്. കർത്താവിനോട് കൂടെ ചേർന്ന് കൂട്ടായ്മ അനുഭവിക്കുന്ന, ത്രിയേക ദൈവത്തോടു കൂടെ ചേർന്ന് കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ത്രിയേക ദൈവവുമായി നിരന്തര കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട്, വർഷിപ്പിംഗ് ദ ട്രയൂൺ ഗോഡ് ഇൻ ഹിസ് ട്രാൻസെൻഡൻസ്. ത്രിയേക ദൈവത്തെ അവൻ്റെ അതുല്യതയിൽ, അതിശ്രേഷ്ഠതയിൽ, ദിവ്യ മഹത്വത്തിൽ ആരാധിക്കണം. യെശയ്യാ പ്രവാചകൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന നിത്യനായ ദൈവത്തെ കണ്ടപ്പോൾ, നാം വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സന്ദർഭത്തിൽ 1-ാം അധ്യായത്തിൽ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി തേജോമയനായ കർത്താവിനെ കണ്ടു എന്ന് നാം വായിക്കുകയാണ്. ഗലീല കടപ്പുറത്തുകൂടെ നടന്ന്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ 3.5 വർഷക്കാലം ചേർന്ന് നടന്ന യോഹന്നാൻ അപ്പോസ്തലൻ
യേശു സ്നേഹിച്ച ശിഷ്യൻ, അവൻ്റെ നെഞ്ചോട് ചാരിയിരുന്നവൻ ഇവിടെ പത്മോസ് ദ്വീപിൽ സുവിശേഷ നിമിത്തം നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. കർത്തൃ ദിവസത്തില് എഫെസോസിലെ സഭയെക്കുറിച്ച് ഒരുപക്ഷെ യോഹന്നാൻ ഓർത്ത് കാണും. അവിടെ ആരാധന നടക്കുന്ന ആ സാഹചര്യത്തെ തൻ്റെ ചിന്തയിലേക്ക് അത് കൊണ്ടുവന്ന് കാണും. അപ്പോൾ താൻ ആത്മവിവശനായി കർത്താവിനെ കണ്ടു എന്ന് രേഖപ്പെടുത്തുകയാണ്. 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തേജോമയനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവകൃപയിലാകുന്നത് എന്ന് നാം ഒരിക്കലും മറക്കരുത്. ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയണം. ആ ദൈവമഹത്വം ദർശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകും. യെശയ്യാവിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതുല്യതയെക്കുറിച്ച് പ്രവാചകൻ പല അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ തന്നെ യഹോവ, അതാണ് ദൈവത്തിൻ്റെ അതുല്യത. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ് എന്ന്. ആ ഒരു അതുല്യതയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മഹാനിയോഗം എന്നാണ് ആ വേദഭാഗം അറിയപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു തൃത്വ നിയോഗമാണ്. അവിടെ പറയുന്നത് നിരന്തരം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മത്തായി എന്ന കൂട്ടുകാരന് ഉത്തരം കിട്ടി. രാമുവിനോടും ബഷീറിനോടും അവൻ പറഞ്ഞു, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിലൂടെ ഞാൻ യേശുവിനെ കാണുന്നു. യേശു തൻ്റെ ജീവൻ ക്രൂശിൽ ബലിയർപ്പിച്ചത് നമ്മെ സ്നേഹിക്കുവാനും തിന്മയിൽ നിന്ന് രക്ഷിക്കുവാനുമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ദൈവത്തിൻ്റെ 3 ഭാവങ്ങളാണ്. എങ്ങനെയെന്നാൽ സൂര്യൻ ചൂടും വെളിച്ചവും തരുന്നതുപോലെ അതുകൊണ്ട് തൃത്വം എന്ന യാഥാർത്ഥ്യത്തെ സ്നേഹക്കൂട്ടായ്മയിലൂടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബിഷപ്പ് റെജിനാൾഡ് ഹീബറിനെ കുറിച്ച് നാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഒരു ധനികൻ്റെ മകനായി 1783 അദ്ദേഹം ജനിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. പഠിക്കുന്ന കാലത്ത് കവിത എഴുത്തിൽ അദ്ദേഹം പ്രസിദ്ധനായിട്ട് തീർന്നു. 1807 ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു വൈദികനായി അദ്ദേഹം തീരുകയുണ്ടായി. ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. 1823 കൽക്കട്ടയിലെ ബിഷപ്പായിട്ട് അദ്ദേഹം ഉയർത്തപ്പെട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, 1826 42ാമത്തെ വയസ്സിൽ സെറിബ്രൽ ഹാമറേജ് മൂലം തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. ഈ 42 വയസ്സിനുള്ളിൽ അദ്ദേഹം 42-ലധികം കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. അനേകം ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹം രചിച്ച കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 173ാമത്തെ കീർത്തനമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെ ആധാരമാക്കി തൃത്വ ഞായറാഴ്ച പാടുന്നതിനു വേണ്ടി അദ്ദേഹം രചിച്ച കീർത്തനമാണ് 173ാമത്തെ കീർത്തനം. അതിൽ കർത്താവിൻ്റെ പരമാധികാരവും അതുല്യതയും ദൈവിക സംരക്ഷണവുമൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. നാം ഇന്ന് ഈ ആരാധന തുടങ്ങുമ്പോൾ 173ാമത്തെ കീർത്തനം പാടിക്കൊണ്ടാണ്
ആരാധന ആരംഭിച്ചത്. ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും വീണ്ടും എഴുന്നേറ്റ് നിന്ന് 173-ാമത്തെ കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഒരു ചരണം പാടിക്കൊണ്ട് നമുക്ക് ദൈവത്തെ വീണ്ടും ആരാധിക്കാം. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.